ഇത് കാവിനെ പറ്റിയെല്ലാം വിശദമായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം നിങ്ങൾ കാണും. കാവുകളെ ഓരോ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പീഠങ്ങളും എല്ലാം ഉണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? അവിടെ ഒരു പീഠം കണ്ടെങ്കിൽ അപ്പം ഇതിൻ്റെ വിശേഷ വിവരങ്ങളും എന്താണെന്ന് ഇതിൻ്റെ ചരിത്രം ഐതിഹ്യം ഒക്കെ പറഞ്ഞുതരാൻ വേണ്ടി ആൾ വരണത്രേ. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ല കോഴിക്കോട് ജില്ലയിലെ ദേശത്താണുള്ളത്. വടകര വ്യക്തമായ സ്ഥലം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് കേട്ടോ. ചുറ്റും കാടാണ് കേട്ടോ. ശ്രീകൃഷ്ണപ്പരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇതാ ശ്രീകോവിൽ വലം വെക്കുന്നുണ്ടെങ്കിൽ ഇതാ ശ്രീകൃഷ്ണപ്പരുന്ത് വന്നിട്ട് ഇങ്ങനെ ശ്രീകോവില വലം വെക്കുന്നത്. ഇതാ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവില കണ്ട. എന്താ പേര്? ജപമന്ത്ര. നല്ല പേരാണല്ലോ. എത്രയല്ല പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. അച്ഛനമ്മേനെ നോക്കണം കേട്ടണ. നിങ്ങൾ 2 പേരാ 3 പേരാ? 2 പേര്. ആംഗളിയും പൊങ്ങളും അല്ലേ? ആ അല്ലേ? പിന്നെ പറയും എന്താ പേര്? ആ എത്രയല്ല പഠിക്കുന്നത്? 7. എല്ലാം പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് അച്ഛനമ്മയും നോക്കണം കേട്ടണ. ഒരാളൊന്നും തന്നാലും വാങ്ങി തന്നരുത്. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛനമ്മയും വാങ്ങിത്തരും കേട്ടണ. പുറമേ നിന്ന് ഒരാൾ എന്ത് വാങ്ങി തന്നാലും വാങ്ങി തിന്നാൻ പാടില്ല. അച്ഛനമ്മയും തന്നാലും മാത്രമേ വാങ്ങി തരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛനമ്മനോടും പറഞ്ഞാൽ അവർ വാങ്ങിത്തരും കേട്ടണ. പുറമേ നിന്ന് ആരും എന്ത് പരിചയമുള്ള കൂട്ട് തന്നാൽ പോലും വാങ്ങരുതെന്നാണ് പറഞ്ഞത്. മനസ്സിലായാ? എല്ലാം പഠിക്കണം. നല്ല കുട്ടികളായിരിക്കും. സ്കൂളിലെ പേര് പറ രണ്ടാളും. ആ ടീച്ചറെ പേരെന്താ? മാഷ പേരെന്താ? വിജിത്ത്. ഇന്ത്യയോ?
ആ എന്നാ എന്ത് നടുപ്പോയി എന്നാ മാഷ പേരെന്താ? ആ നമ്മൾ പഠിക്കണം കേട്ടണ. സ്കൂളിൽ ഇപ്പം എത്ര മാർക്കുണ്ട്? എത്ര? ആ എ ഗ്രേഡ് ആക്കണം അടുത്ത പ്രാവശ്യം കേട്ടണ. എല്ലാം പഠിക്കുന്ന കുട്ടികളാണ്, അതുകൊണ്ടാ പറഞ്ഞേ. നീ എന്തിനാ ഇടക്കിടക്ക് ഇവളെ തോടുന്നുണ്ട്, അടിക്കുന്നുണ്ട് നീ ഇടക്ക്? ഇല്ലേ? ആ ചവിട്ടല്ലേ, തുള്ളി ചവിട്ടുന്ന കണ്ട ഞാൻ ഒന്ന് ഇല്ലേ? സത്യമല്ലേ? ആ കണ്ടാ ശരി. ക്ഷേത്രക്കുളമാണ്. ഈ ക്ഷേത്രക്കുളം ഒന്ന് ചുറ്റും കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ആവശ്യപ്പെട്ടത്. കാരണം വെച്ചാൽ ഇത് ഒന്ന് ചുറ്റും കെട്ടിയിട്ട് ഒരു വൃത്തിയിൽ എടുക്കണം എന്നുള്ള ആഗ്രഹമാണ്. കാരണം ഈ ദേശത്തുള്ള കുടിവെള്ളം കൂടിയാണിത്. അത് മാത്രമല്ല, ഇത് ക്ഷേത്രക്കുളം നിർമ്മിച്ച് ആയിക്കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് അതുകൊണ്ടുള്ള ഗുണമുണ്ടാവും. എന്ന് വെച്ചാൽ കുറേ കുട്ടികൾ നീന്തം പഠിക്കും. അത് മാത്രമല്ല ഈ ദേശത്തിന് ഒരു ജലസ്രോതസ് ഉണ്ടാവും. എപ്പോഴും ജലം ഇവിടെ എപ്പോഴും ഉണ്ടാവുമ്പോൾ അതാന്ന് പറഞ്ഞു. അവിടെ ആ സ്ഥലത്ത് എന്തോ ഒരു നാഗസാമീപ്യം ഫീൽ ചെയ്യുന്നു കേട്ടോ. ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ചെറ വലിയ കുളം കേട്ടോ ഇത്. ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കെട്ടിയിട്ടുണ്ട് അവർ, അതിൻ്റെ അടിയിൽ ചെറുങ്ങനെ കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ. പക്ഷെ അത് മേലോട്ട് കെട്ടാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ ചെയ്യാതിരുന്നതാണ്. പിന്നെ സ്റ്റെപ്പെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് മതിൽ എല്ലാം കെട്ടി ചുറ്റുമതിലെല്ലാം കെട്ടി സെറ്റപ്പ് ആയി കഴിഞ്ഞാലല്ലേ പിടിച്ചാൽ കിട്ടില്ല. അത്രയും നല്ല ഭംഗിയുണ്ടാവും ക്ഷേത്രം. അമ്മേൻ്റെ പൂങ്കാവനാന്ന് ഇത്. നല്ല അടിപൊളിയായിട്ടില്ല, ദേവീൻ്റെ പൂങ്കാവനാണ്. പലതര വർണ്ണങ്ങളുള്ള പുഷ്പങ്ങൾ ഇവിടെയുണ്ട് കേട്ടോ. എന്താ ചെക്കീൻ്റെ എല്ലാം കളറാക്കട്ടെ നിങ്ങൾ. ആ റെഡ് കളറാ ഉണ്ടാ, സൂപ്പറല്ലേ. നിങ്ങൾക്ക് നമ്മളെ ഈ പിന്നെ ഇതിൽ കാണാൻ നല്ല നിങ്ങൾക്ക് ഇഷ്ടം തോന്നും. ചെക്കി തന്നെ 3 തരം കളറാക്കിയിട്ടുള്ളത്. ഇത് വേറെ ഒരു പിന്നെ മഞ്ഞ ടൈപ്പ് ഉണ്ടല്ലേ, അങ്ങനത്തോളം ചെക്കി വരുന്നിട്ടുണ്ട് കേട്ടോ.